കുറേ പേരുടെ മോണിറ്റൈസേഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് എനിക്ക് ഒരു ഇഷ്ടമാതിരി എനിക്ക് മെസ്സേജ് ഇൻസ്റ്റയിൽ വന്നിട്ടുണ്ട്. അതിന് എന്താ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞാൻ മെയിനായിട്ട് ചോദിച്ചൊരു കാര്യം, കാരണം ഒരാളായി, രണ്ടാളായി, മൂന്നാളായി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരുന്നപ്പം ഞാൻ പെട്ടെന്ന് അവരോട് ചോദിച്ച, കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നല്ലോ, ആ മാച്ചിന്റെ കുറെ വിവാദ പോസ്റ്റുകൾ ഉണ്ടായിരുന്നല്ലോ, ലാസ്റ്റ് മൊമെന്റിലൊക്കെ ഉള്ള കുറെ ട്രോഫിയുടെ അതിനൊക്കെ വിഷയമൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള വീഡിയോസ് കുറേ ആൾക്കാർ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ടും അതുപോലെ നമ്മുടെ ടി വിന്ന് അങ്ങനെ വീഡിയോ എടുത്തും ഒക്കെ ഇഷ്ടംപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് വരെ ഓരോരുത്തർ അവരുടെ പേജുകളിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇട്ടേക്കുന്നത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേ ഞാൻ മനസ്സിൽ വിചാരിച്ചു, പ്രത്യേകിച്ച് ഈ ക്രിക്കറ്റ് കളിയുടെ ഒന്നും ഒരു സാധനം വേറെ ഒരു ചാനലിലും ഇടാനുള്ള പെർമിഷൻ ഇല്ല. നമ്മുടെ ന്യൂസ് ചാനലുകൾക്ക് തന്നെയാണെങ്കിൽ പോലും അവർക്ക് ന്യൂസ് ചാനലിന്റെ പെർമിഷൻ ലൈസൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഒരു ചെറിയ പോർഷൻ അവർക്ക് വീഡിയോയിൽ കാണിക്കാം, അതായത് ന്യൂസിനെയൊക്കെ ഇടയ്ക്ക് കാണിക്കും. അല്ലെങ്കിൽ അതിന് ലീഗലി അപ്രൂവൽ ആയിട്ടുള്ള ചാനലുകൾക്ക് മാത്രമേ ഇങ്ങനെ പ്രത്യേകിച്ച് ക്രിക്കറ്റ് കളിയുടെ ഒക്കെ വീഡിയോ ഇടാനുള്ള പെർമിഷൻ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഇട്ടവരുടെ മുഴുവൻ ആൾക്കാരെ അല്ലെങ്കിൽ ഒരു 90% ആൾക്കാരെ മോണിറ്റൈസേഷൻ കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ റീസെന്റ് മോണിറ്റൈസ് ആയ ആൾക്കാരാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. കാരണം പേജുകാരുടെ അല്ല, നിങ്ങൾ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ഓൺ ആക്കി വെക്കുന്നവരുടെയാണ് ഈ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടത്. കാരണം അവർക്കൊന്നും പലതും അറിയത്തില്ല. ഇതൊക്കെ കാണും മോണിറ്റൈസ് ആയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അവർക്ക് ഡോളർ ഏൺ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ കാണുന്ന വീഡിയോസ്, വൈറലാകാൻ സാധ്യതയുള്ള വീഡിയോസ് ഒക്കെ എടുത്തിടും. അങ്ങനെയുള്ളവരെല്ലാം പോയിട്ടുണ്ട്. ഇനി ഒരു കൂട്ടരും കൂടി ഉണ്ട്, ഞാൻ പല പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇട്ടിട്ടുണ്ട്. ബിഗ് ബോസിന്റെ ഇപ്പൊ തീരാറാവുമ്പോഴത്തേക്ക്, ബിഗ് ബോസ് കഴിയാറാവുമ്പോഴത്തേക്ക് ഇനി ഒരു ടെർമിനേഷനും ഇനി ഒരു മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടു പോലും ഒക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന്റെ വീഡിയോ ഇടുന്ന ആർക്കാണേലും പണി കിട്ടും. ഞാൻ പറയും, ഒരു ഫോട്ടോ ഇട്ടാൽ പോലും പണി കിട്ടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബിഗ് ബോസിന്റെ ഇതുപോലെ സ്ക്രീൻ റെക്കോർഡുകൾ ഇതും സ്ക്രീൻഷോട്ട് ഇട്ടും ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും ഒക്കെ ഇട്ടേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു കൂട്ടർക്ക് മിക്കവാറും ഉടനെ പണി കിട്ടാനുള്ള സാധ്യത. അപ്പൊ നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അതൊന്നും ഇതിനകത്ത് കാണിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ കണ്ടന്റ് അല്ലെങ്കിൽ അതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. ജസ്റ്റ് ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒരു പോർഷനൊക്കെ കാണിച്ചോണ്ടോ അല്ലെങ്കിൽ കേൾപ്പിച്ചോണ്ടോ ഒക്കെ ചെയ്യാം. പക്ഷേ മില്യൺസ് പൈസ മുടക്കി, അത്രത്തോളം അവർ എമൗണ്ട് മുടക്കിയിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഒരിക്കലും ആരും മറ്റുള്ളവരുടെ ചാനലിൽ ഇട്ട് അവർ മണി ഏൺ ചെയ്യാനായിട്ടോ അവർക്ക് റീച്ച് ഉണ്ടാകാനായിട്ടോ ഒരു മനുഷ്യനും സമ്മതിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ചോളൂ കേട്ടോ.